നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിനക്കു ഞാൻ നൽകിയ അവസാന പരിഗണനയാണ് എന്റെ നിശബ്ദത. കാസർഗോഡ് കളക്ടറേറ്റിലെ ജീവനക്കാരി ആശാലത ജീവൻ ഒടുക്കുന്നതിന് മുമ്പ് വാട്സപ്പ് സ്റ്റാറ്റസായി പങ്കുവെച്ച വരികളാണിത്. വെള്ളിയാഴ്ച രാവിലെയാണ് കളക്ടറേറ്റ് കോമ്പൗണ്ടിനകത്ത് സ്വന്തം കാറിൽ കളക്ടറേറ്റിലെത്തിയ ഉദ്യോഗസ്ഥ വാഹനത്തിനുള്ളിൽ വെച്ച് ഐസ്ക്രീമിൽ എലിവിഷം കലർത്തി കടിക്കുകയായിരുന്നു. പിന്നീട് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആശാലത ഞായറാഴ്ചയാണ് മരണപ്പെടുന്നത്. മരണത്തിന് പിന്നാലെ ഇപ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളാകാം മരണകാരണമെന്നാണ് പോലീസ് നിഗമനം. കളക്ടറേറ്റിലെ എൻഡോസൾഫാൻ സെൽ സീനിയർ ക്ലർക്കും NGO യൂണിയൻ ജില്ലാ കൗൺസിൽ അംഗവുമാണ് ആശാലത. 42 വയസ്സാണ് പ്രായം. ആശാലത ജീവൻ ഒടുക്കിയതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇപ്പോൾ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. ADMP ഉദയകുമാറാകും അന്വേഷണം നടത്തുക. വിദ്യാനഗർ പോലീസിന്റെ അന്വേഷണത്തിന് പുറമെയാണിത്. വകുപ്പ് തല അന്വേഷണത്തിൽ കുറ്റക്കാരായ ആരെങ്കിലും കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. എലിവിഷം ഉള്ളിൽ ചെന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഓഗസ്റ്റ് 9 ആശാലത മരിച്ചത്. അസ്വസ്ഥത അനുഭവപ്പെട്ടതോടെ സ്വയം കാർ ഓടിച്ച് ആദ്യം വീട്ടിലും തുടർന്ന് ചെങ്കള സഹകരണ ആശുപത്രിയിലും എത്തി. നില ഗുരുതരമായതിനെ തുടർന്നാണ് പിന്നീട് ആശാലതയെ കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. 7 ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ചെങ്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ വിദ്യാനഗർ പോലീസ് ആശാലതയുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. 7 രാവിലെ 10ഓടെയാണ് 3 പാക്കറ്റ് എലിവിഷം റാക്ടോൾ ഐസ്ക്രീമിൽ കലർത്തി കഴിച്ചത്. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണിത്. കഴിക്കാനുള്ള കാരണം വീട്ടിലും ഓഫീസിലും ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നിയതിനാലാണ്. അതുമൂലമുള്ള മെന്റൽ സ്ട്രെസ് കാരണം കുറച്ച് ദിവസമായി ഞാൻ മാനസികമായി തകർന്ന നിലയിലാണ്. എനിക്ക് ആർക്കെതിരെയും പരാതിയില്ല. ഇതാണ് ആശാലത അവസാനമായി നൽകിയിരിക്കുന്ന മൊഴി. അതായത് അവർ മൊഴിയിൽ കൃത്യമായിട്ട് തനിക്ക് ആർക്കെതിരെയും പരാതിയില്ല എന്ന് പറയുമ്പോഴും ഓഫീസിലും വീട്ടിലും താൻ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. അതിന്റെ കുറച്ച് മാനസിക സമ്മർദ്ദങ്ങൾ എന്നെ അലട്ടിയിരുന്നു. അതാണ് മരണകാരണം എന്നാണ്, അല്ലെങ്കിൽ അതാണ് തന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നുള്ളതാണ് ആശാലതയുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കളക്ടറേറ്റിലെ A5 സെക്ഷനിലായിരുന്നു ആശാലതയെ പുതിയ സർക്കാർ ചുമതലയേൽക്കും മുമ്പ് മെയ് 12 കളക്ടറേറ്റിലെ തന്നെ എൻഡോസൾഫാൻ സ്പെഷ്യൽ സെല്ലിലേക്ക് ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ സീറ്റ് മാറ്റിയത്. ഇവരുൾപ്പെടെ 3 സീനിയർ ക്ലർക്കുമാരെയാണ് കളക്ടറുടെ ഉത്തരവ് പ്രകാരം മാറ്റിയത്. എൻഡോസൾഫാൻ സ്പെഷ്യൽ സെല്ലിലും മികച്ച രീതിയിലാണ് ഇവർ സേവനം ചെയ്തിരുന്നതെന്നും സ്പെഷ്യൽ സെൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥരും അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസം നേടിയ ആശാലത MA B.Ed ബിരുദധാരിയായിരുന്നു. ഭർത്താവ് അജയ്കുമാർ വിദേശത്താണ്. ഇവരുടെ സഹോദരൻ സുരേഷും 10 വർഷം മുമ്പും എലിവിഷൻ ഉള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നത്. ഇതിനിടയിൽ നിർബന്ധിത സെക്ഷൻ മാറ്റം സംബന്ധിച്ച മാനസിക സംഘർഷമാണ് ആശാലതയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചത്. ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് അദ്ദേഹം പങ്കുവച്ചത്. അതേസമയം LDF സർക്കാരിന്റെ കാലത്താണ് ആശാലതയെ സെക്ഷൻ മാറ്റിയതെന്ന് മറുവാദവുമായി മുഖ്യമന്ത്രി VD സതീശനും രംഗത്തെത്തിയിട്ടുണ്ട്. ഇനി പിണറായി വിജയൻ പങ്കുവച്ച പോസ്റ്റ് ഒന്ന് വായിക്കാം. ഭരണാനുകൂല സംഘടനകളുടെയും സർക്കാരിന്റെയും തെറ്റായ നടപടികൾ മൂലം സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഭീതിജനകമായ സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത്. കാസർഗോഡ് കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലത ജീവനൊടുക്കിയ വാർത്ത ഞെട്ടിക്കുന്നതാണ്. ഭരണമാറ്റത്തെ തുടർന്ന് നടപ്പിലാക്കിയ നിർബന്ധിത സെക്ഷൻ മാറ്റം സൃഷ്ടിച്ച മാനസിക സംഘർഷമാണ് ഈ യുവതിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് വിവരം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ശിശുരോഗ വിഭാഗത്തിലെ സീനിയർ ഡോക്ടർ KV രാധാമണിയെ NGO അസോസിയേഷൻ നേതാക്കൾ ഡ്യൂട്ടിക്കിടയിൽ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് അവർക്ക് ഹൃദയാഘാതമുണ്ടായതാണ് മറ്റൊരു സംഭവം. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി തയ്യാറാക്കിയ ചട്ടവിരുദ്ധമായ സ്ഥലമാറ്റ ഉത്തരവിൽ ഒപ്പിടാൻ തയ്യാറാകാത്തതിന്റെ വൈരാഗ്യത്തിലാണ് രോഗികളുടെ മുന്നിൽ വെച്ച് വനിതാ ഡോക്ടറെ അധിക്ഷേപിച്ചത്. ഭരണത്തണലിൽ അഴിഞ്ഞാടുന്ന ഇത്തരം ഗുണ്ടാ സംഘങ്ങളെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ തയ്യാറാകണം. യാതൊരു മാനദണ്ഡവും പാലിക്കാതെ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന കൂട്ട സ്ഥലമാറ്റങ്ങൾ സിവിൽ സർവീസിനെ പൂർണ്ണമായും സ്തംഭിപ്പിച്ചിരിക്കുന്നു. സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ച ഈ രീതി നിർബാധം തുടരുകയാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വഴങ്ങാത്ത ജീവനക്കാരെയും അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന സർവീസ് സംഘടനകളെയും ഭീഷണിപ്പെടുത്തുന്ന സമീപനമാണ് മുഖ്യമന്ത്രി അടക്കം സ്വീകരിക്കുന്നത്. ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങളെ തികഞ്ഞ അഹങ്കാരത്തോടെ അപഹസിക്കുകയും പൊതുവേദിയിൽ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് പദവിയുടെ അന്തസ്സിന് ഒട്ടും യോജിക്കാത്തതും അങ്ങേയറ്റം അപലപനീയവുമാണ്.
ഭരണമാറ്റത്തിന്റെ മറവിൽ സ്വന്തം അണികൾ നടത്തുന്ന അഴിമതിക്കും ഭീഷണികൾക്കും പച്ചക്കൊടി കാണിക്കുകയാണ് മുഖ്യമന്ത്രി. ഇടതുപക്ഷ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയായിരുന്നു എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തികഞ്ഞ അസംബന്ധമാണ്. സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി അനുവദിക്കാനും 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ച് വേതന വർധനയ്ക്കുള്ള നടപടികൾക്ക് LDF സർക്കാർ മുൻകൈയെടുത്തു. എന്നാൽ UDF സർക്കാരാകട്ടെ ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മതിയെന്ന നിലപാടെടുത്ത് ജീവനക്കാരെ വഞ്ചിക്കുകയാണ്. ക്ഷാമബത്ത കുടിശ്ശിക, ഏൺഡ് ലീവ് സറണ്ടർ, അഷ്വേർഡ് പെൻഷൻ എന്നിവയെല്ലാം തടഞ്ഞുവെച്ച് ജീവനക്കാരുടെ വയറ്റത്തടിക്കുന്ന നയമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത്. സ്ഥിരം ജീവനക്കാരോടുള്ള ഈ പ്രതികാര നടപടികൾക്ക് പുറമെ സാധാരണക്കാരായ താൽക്കാലിക ജീവനക്കാരെയും സർക്കാർ പെരുവഴിയിലാക്കുകയാണ്. ഡിജിറ്റൽ സർവേക്കായി രാപ്പകലില്ലാതെ അധ്വാനിച്ച 2800 ജീവനക്കാരെ അർഹതപ്പെട്ട ശമ്പള കുടിശ്ശിക പോലും നൽകാതെയാണ് ഒറ്റയടിക്ക് പിരിച്ചുവിട്ടത്. കുടുംബശ്രീയിലും KSRTCയിലും മുമ്പ് നടന്ന കൂട്ട പിരിച്ചുവിടലുകൾക്ക് പിന്നാലെ PSC വഴി ജോലിയിൽ പ്രവേശിച്ച അധ്യാപകരെ പോലും പിരിച്ചുവിടുന്നതാണ് നാം കാണുന്നത്. ജീവനക്കാരോടും ശത്രുതാ മനോഭാവം പുലർത്തുകയും പൊതുസമൂഹത്തിന് മുന്നിൽ അവരെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന UDF സർക്കാരിന്റെ ഈ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് എന്നാണ് പോസ്റ്റ് പറഞ്ഞവസാനിപ്പിക്കുന്നത്. ഏതായാലും ബന്ധുക്കളുടെയും സഹപ്രവർത്തകരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തി എന്താണ് ആശാലതയുടെ മരണത്തിന് കാരണമെന്ന് കണ്ടെത്താനാണ് പോലീസ് അന്വേഷണം അവിടെ നടക്കുന്നത്. അതേസമയം തന്നെ കണ്ണൂർ ഭരണം മാറിയതിനെ തുടർന്ന് സ്ഥലം മാറ്റപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടർ പഞ്ചായത്ത് ഓഫീസിൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ വടകര മേപ്പയിൽ ശ്രീസ്ഥയിൽ ദീപലേഖയാണ് മരിച്ചത്. പ്രഭാത നടത്തത്തിനിടെ വാഹനമിടിച്ചുണ്ടായ അപകടത്തിൽ കാലിന്റെ എല്ലുകൾ തകർന്ന് മാസങ്ങളായി ചികിത്സയിലായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ചൊക്ലി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി യോഗത്തിന് മുൻപ് സ്ഥലം മാറ്റം നിർബന്ധിച്ചുള്ള പ്രയാസം സ്ഥിരസമിതി ചെയർമാനോട് സംസാരിക്കവേ കുഴഞ്ഞു വീഴുകയായിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ കരട് പട്ടികയിൽ ദീപലേഖയെ മട്ടന്നൂരിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. തുടർന്ന് ഭർത്താവുമായി ജൂലൈ 30-ന് കളക്ടറേറ്റിലെത്തി DMO വിവേക് കുമാറിനോട് യാത്രയ്ക്കും നടക്കാനും നിൽക്കാനുമുള്ള പ്രയാസങ്ങൾ നേരിൽ ബോധ്യപ്പെടുത്തി. എന്നാൽ തിങ്കളാഴ്ച രാവിലെ പുറത്തിറങ്ങിയ പട്ടികയിൽ പിണറായി CHCയിലേക്ക് മാറ്റി. ഇതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. 3 മാസം ചികിത്സയിലായിരുന്ന ദീപലേഖ 3 ആഴ്ച മുമ്പാണ് തിരികെ ജോലിയിൽ പ്രവേശിച്ചത്. മുഖമിടിച്ച് നിലത്ത് വീണ ദീപലേഖയെ ഉടൻ തൊട്ടടുത്ത ചൊക്ലി മെഡിക്കൽ സെന്ററിലും തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവനെ രക്ഷിക്കാനായില്ല. ഫെബ്രുവരിയിലാണ് ചൊക്ലി FHCയിലേക്ക് ദീപലേഖ സ്ഥലം മാറിയെത്തിയത്. 5 മാസം തികയും മുമ്പാണ് മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ച് വീണ്ടും സ്ഥലം മാറ്റം. നാടക സംവിധായകൻ സുരേഷ് ബാബു ആണ് ഭർത്താവ്. മക്കളുമുണ്ട്.